ഹലോ ഗൈസ്, വെൽക്കം ടു വ്ളോഗ്സ് ഓഫ് ജാബ്സ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് നേരിടുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ചാണ്. ജാസ്മിൻ ജാഫറേയും ഗബ്രിയെക്കുറിച്ച്. അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത പച്ചത്തെറികളാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത്. കാരണം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഒരു രണ്ട് വ്യക്തികൾ ലവ് കോംബോ പിടിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിക്കുന്നതും ഒന്നും. ഇതിനു മുമ്പ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ജാസ്മിൻ ജാഫർ എന്നുള്ള ആ ഒരു 23 വയസ്സായ മുസ്ലിം പെൺകുട്ടി ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് ഇത്രയും പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വയസ്സായവർ, ഇതിനേക്കാൾ ഏജുള്ളവർ ആ വീട്ടിൽ ഇതിനേക്കാൾ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അവരൊന്നും നേരിടാത്ത ഇത്രമാത്രം സൈബർ ബുള്ളിങ് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഇത്രയും രണ്ട് അടിപൊളിയായിട്ടുള്ള മത്സരാർത്ഥികൾ നേരിടുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായല്ലോ. ഇപ്പോഴും അവർ ആ ഒരു കമൻറ്റുകൾ ഇത്രയും മോശമായിട്ട് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മെൻ്റലി അവരെല്ലാവരും തളരുന്നുണ്ട്. പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് നല്ല വിഷമം ഉണ്ടാവും. നീതി അറിയിക്കപ്പെടേണ്ട രണ്ട് പേരാണ് അവരെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ കോൺഫിഡൻസിനെയാണ് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട്